കാസർഗോഡിന്റെ എല്ലാ പ്രേക്ഷകർക്കും മെഡി ട്രാക്കിലേക്ക് സ്വാഗതം. ഇന്ന് മെഡി ട്രാക്കിൽ ചർച്ച ചെയ്യുന്ന വിഷയം നവജാത ശിശുക്കളിൽ കാണുന്ന മഞ്ഞപ്പിത്ത രോഗത്തെക്കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് കാസർഗോഡിന്റെ പ്രേക്ഷകരുമായി സംസാരിക്കുന്നത് കാഞ്ഞങ്ങാട് സൺറൈസ് ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യൻ ഡോക്ടർ ബാസിൽ മുഹമ്മദാണ്. ഡോക്ടർ വെൽക്കം. ഡോക്ടർ, സാധാരണ മുതിർന്ന ആളുകളിൽ മഞ്ഞപ്പിത്തം നമ്മൾ കാണുമ്പോൾ അതിന്റെ സൂചനകൾ എന്ന് പറയുന്നതിന്റെ കാരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കണ്ണിലുണ്ടാകുന്ന മഞ്ഞ നിറം അല്ലെങ്കിൽ ശരീരത്തിലൊക്കെ ഉണ്ടാകുന്ന മഞ്ഞ നിറമാണ്. പക്ഷെ കുട്ടികളിൽ, പ്രത്യേകിച്ച് ന്യൂ ബോൺ ബേബീസിൽ, നവജാത ശിശുക്കളിൽ മഞ്ഞപ്പിത്തം ബാധിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? നവജാത ശിശുക്കളിലും മുതിർന്നവരിലും മഞ്ഞപ്പിത്തം എന്ന് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കണ്ണിലും ശരീരത്തിലും മഞ്ഞ കാണുന്നതാണ്. നവജാത ശിശുക്കളിൽ വ്യത്യാസം എന്ന് പറയുമ്പോൾ അത് ആദ്യം മുഖത്തായിരിക്കും കാണുന്നത്. ഇപ്പൊ ഒരു പീഡിയാട്രീഷ്യന്റെ അടുത്തോട്ട് വരുമ്പോഴും അല്ലാതെ തന്നെ അച്ഛനമ്മമാർക്ക് മനസ്സിലാക്കുമ്പോഴും അത് കണ്ണിലും മുഖത്തുമാണ് ആദ്യം മഞ്ഞ വരുന്നത്. മഞ്ഞയുടെ തോത് കൂടുമ്പോഴേക്കും, മഞ്ഞയുടെ അളവ് കുഞ്ഞിന്റെ ശരീരത്തിൽ കൂടുമ്പോഴേക്കും അത് ശരീരത്തിലെ പല ഭാഗങ്ങളിലോട്ടും പടരാം. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ ഒരു കുഞ്ഞിന്റെ ആദ്യ ദിനങ്ങളിൽ, ആദ്യത്തെ 24 മണിക്കൂറിന് ശേഷം കുഞ്ഞിന് മഞ്ഞ കാണുകയാണെങ്കിൽ അത് മുഖത്തായിരിക്കും. അപ്പോൾ ഒരു ഏകദേശം ഒരു 5 എന്നൊരു പറഞ്ഞ വാല്യൂ ആയിരിക്കും. 5ന്റെ മേലെ, 5ന്റെയും 10ന്റെയും ഇടക്ക് ഒരു വാല്യൂ ആണെങ്കിൽ അത് മുഖത്തോട്ട് പൊക്കിൾക്കൊടി വരെ, വയറ് വരെയാണ് കാണുന്നത്. 10ന്റെ മേലെ ആണെങ്കിൽ അത് ഏകദേശം മഞ്ഞ നമ്മൾ കാണുന്നത് പൊക്കിൾക്കൊടി തൊട്ട് മുട്ട് വരെയുള്ള സ്ഥലങ്ങളാണ്. 10ന്റെ മേലെ അല്ലെങ്കിൽ 15ന്റെ മേലെ വരുമ്പോഴാണ് കൈപ്പാദത്തിലും കാൽപാദത്തിലും മഞ്ഞ വരുന്നത്. അപ്പോ കുഞ്ഞിന്റെ കണ്ണിൽ മാത്രം ഉള്ളൊരു മഞ്ഞ ഒരു പ്രോബ്ലം ആവാറില്ല. അത് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലോട്ടും കൂടി വരുമ്പോഴാണ് അതൊരു സിഗ്നിഫിക്കന്റ് ജോണ്ടിസ് ആയിട്ട് പറയാറ്. ഡോക്ടർ, ഇത് എത്ര ശതമാനം കുട്ടികളിലാണ് എഫക്ട് ചെയ്യുന്നത്? സാധാരണ രീതിയിൽ മാസം തികഞ്ഞ കുഞ്ഞുങ്ങൾ, മാസം തികഞ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കുഞ്ഞിന്റെ ഡേറ്റ്, നമ്മൾ പ്രസവിക്കും എന്ന് പറയുന്ന ഡേറ്റിന് അടുത്തോട് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു 60% കുഞ്ഞുങ്ങൾക്ക് ഈ മഞ്ഞ കാണാം. മാസം ഡേറ്റ് അടുക്കാതെ ജനിക്കുന്ന, നേരത്തെ പ്രസവിച്ച, അതായത് പ്രീ ടേംസിനൊക്കെ 80% കുഞ്ഞുങ്ങളിൽ ഇത് കാണാറുണ്ട്. അതൊരു നോർമൽ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിലൊരു 10% കുഞ്ഞുങ്ങൾക്ക് അതൊരു പ്രോബ്ലം ആയിട്ട് മാറുന്നതും അതിനുവേണ്ടി ചികിത്സ തേടേണ്ടതുണ്ട്. അല്ലാത്തവർക്കൊക്കെ നോർമലായിട്ട്, അതിനാണ് ഫിസിയോളജിക്കൽ ജോണ്ടിസ് എന്ന് പറയുന്നത്. സാധാരണ ഒരു രീതിയിൽ ഈ ഫിസിയോളജിക്കൽ ജോണ്ടിസ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ 24 മണിക്കൂർ തൊട്ട് 48 മണിക്കൂറിൽ മഞ്ഞ ഇല്ലാതിരിക്കുകയും ഒരു 3ാമത്തെ ദിവസം മുതൽ 5 ദിവസം വരെ അത് കൂടിയിട്ട് പിന്നെ അത് നോർമൽ ആവാനാണ്. ഇത് അബ്നോർമൽ എന്ന് പറയുന്നത് ആദ്യത്തെ ദിവസങ്ങളിൽ മഞ്ഞ കാണുകയും ഈ 3ാമത്തെ ദിവസം 5ാമത്തെ ദിവസം കൂടുന്ന മഞ്ഞ നോർമൽ അളവിനേക്കാളും കൂടുമ്പോഴാണ് അതൊരു അബ്നോർമൽ, ഒരു ചികിത്സ ആവശ്യം വേണ്ടി വരും എന്ന് വിചാരിക്കുന്ന മഞ്ഞ. ഡോക്ടർ, ഇത് സാധാരണ കാണുന്ന മഞ്ഞപ്പിത്ത രോഗത്തെ പോലെ തന്നെ ഇതൊരു സീരിയസ് കണ്ടീഷൻ ആണ്. ചെറിയ കുട്ടികളിൽ, പ്രത്യേകിച്ച് ന്യൂബോൺ ബേബീസിൽ കാണുന്ന ഈ ജോണ്ടീസ്, ഇതൊരു സീരിയസ് കണ്ടീഷൻ ആണോ? നിങ്ങൾ നേരത്തെ ചോദിച്ചതുപോലെ മുതിർന്ന ഒരാൾക്ക് മഞ്ഞപ്പിത്തം, നമ്മളിപ്പോ ഒരു മുതിർന്ന ഒരാൾക്ക് മഞ്ഞപ്പിത്തം എന്ന് പറയുമ്പോൾ എപ്പോഴും ചിന്തിക്കുന്നത് ലിവറിന് ഒരു പ്രോബ്ലം ആയിട്ടാണ്. അതായത് ഒരു വൈറൽ ഹെപ്പറ്റൈറ്റിസ്, പുറത്തുനിന്ന് വല്ല ഭക്ഷണം കഴിച്ചിട്ട് ഇൻഫെക്ഷൻ വരുമ്പോഴേക്കും, ലിവറിന് ഇൻഫെക്ഷൻ വരുമ്പോഴേക്കും ലിവറിന്റെ തകരാറ് മൂലം മഞ്ഞപ്പിത്തം ഉണ്ടാകുന്നത്. കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും എപ്പോഴും മഞ്ഞ ഉണ്ടാവുന്നത് ഒരു ലിവറിന്റെ തകരാറ് ആവണമെന്നില്ല. അതിനേക്കാളും കൂടുതൽ മഞ്ഞ എന്ന് വീട്ടിൽ പറയുമ്പോൾ, മഞ്ഞ എന്ന് പറഞ്ഞാൽ ബിലിറുബിൻ എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് ആണ്. ഈ ബിലിറുബിൻ ഉണ്ടാവുന്നത് കുഞ്ഞുങ്ങളിൽ കൂടുതലാണ്. അത് മുതിർന്നവർ തമ്മിൽ എന്തുകൊണ്ടാണ് അങ്ങനെ മഞ്ഞ കൂടുതലായിട്ട് കുഞ്ഞുങ്ങൾക്ക് വരുന്നത് എന്നതൊരു സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങളുടെ, ഒരു മുതിർന്ന ഒരാളുടെ രക്തകോശത്തിന്റെ ലൈഫ് സ്പാൻ, ഒരു കാലയളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 120 ദിവസമാണ്. നമ്മളുടെയൊക്കെ രക്തകോശം 120 ദിവസമാണ് അവരുടെ ജീവൻ. 120 ദിവസം കഴിയുമ്പോഴേക്കും അത് നശിക്കപ്പെടും. കുഞ്ഞുങ്ങൾക്ക് അത് ഒരു 60 to 80 ദിവസങ്ങളിലെ നിൽക്കാറുള്ളൂ. അപ്പോൾ 60 ദിവസം കൊണ്ട് കുഞ്ഞിന്റെ ഒരു രക്തകോശം തകരുന്നു, നശിക്കുന്നു. ഇതേപോലെ തന്നെ ഒരു വലിയ ആളുടെ ഒരു ഹീമോഗ്ലോബിൻ, ഒരു രക്തകോശങ്ങളുടെ എണ്ണം ത്തിനേക്കാളും ഡബിൾ എമൗണ്ട് ആണ് കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ. അപ്പോൾ കുഞ്ഞിന്റെ ശരീരത്തിലെ രക്തകോശങ്ങൾ വലിയവരെക്കാൾ കൂടുതലും, അതിന്റെ കൂടെ തന്നെ ലൈഫ് സ്പാനുകൾ, അപ്പൊ കൂടുതലായിട്ട് രക്തകോശങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നു.
ഈ ബിലിറുബിൻ എന്ന് പറഞ്ഞ ഈ മഞ്ഞ എന്ന് പറയുന്ന ഈ ഒരു സബ്സ്റ്റൻസ്, ഈ പ്രോഡക്റ്റ് ഈ രക്തകോശങ്ങളുടെ അകത്തുള്ള ഒരു ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റിന്റെ ഒരു മോളിക്യൂളിന്റെ ബൈ പ്രോഡക്റ്റ് ആണ്. അതായത് ഹീമോഗ്ലോബിൻ ചുവന്ന രക്താണുക്കളിൽ ഓക്സിജൻ ക്യാരി ചെയ്യുന്ന ഒരു പിഗ്മെന്റും അത് രക്തകോശം തകരുമ്പോഴേക്കും നശിക്കുമ്പോഴേക്കും അതിന് പല രാസപ്രക്രിയ ലിവറിൽ സംഭവിക്കുകയും അതിൽ നിന്നുണ്ടാകുന്ന ബൈ പ്രോഡക്റ്റ് ആണ് ഈ ബിലിറുബിൻ. അപ്പോൾ കുഞ്ഞുങ്ങൾ ഒരുപാട് രക്തകോശങ്ങൾ നശിക്കുമ്പോഴേക്കും കൂടുതലായിട്ട് ബിലിറുബിൻ ഉണ്ടാകും. ഇതേ സമയം കുഞ്ഞിന്റെ ലിവർ വലിയവരെക്കാളും അത്രയും പക്വത ഇല്ലാത്ത ലിവർ. അപ്പോൾ ആദ്യ ദിവസങ്ങളിൽ ലിവറിലാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ലിവറിന് അതിനൊരു കേപ്പബിലിറ്റി ഇല്ല, അതിനൊരു മെച്യൂരിറ്റി ഇല്ല. അപ്പോൾ ലിവർ ഈ പ്രോസസ്സ് സ്ലോ ആയിരിക്കും. ഇതിന്റെ ഒക്കെ ഒരു എൻഡ് റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തത്തിലും ശരീരത്തിലും ഒരുപാട് ബിലിറുബിൻ ഉണ്ടാവും. അപ്പോഴാണ് നമ്മൾ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത്. ഇതൊരു അബ്നോർമൽ, നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഒരു സീരിയസ് കണ്ടീഷൻ ആണെന്ന് ചോദിച്ചാൽ നോർമലി ആയിട്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇതേപോലെ ഉണ്ടാവും. പക്ഷെ അളവിൽ കൂടുതൽ, നമ്മൾ ഈ പറഞ്ഞ നോർമൽ ലെവലിനേക്കാളും കൂടുതൽ ശരീരത്തിൽ മഞ്ഞ ഉണ്ടെങ്കിൽ ആ മഞ്ഞ തലച്ചോറിലോട്ട് പകർന്ന് തലച്ചോറിലുള്ള കോശങ്ങൾക്ക് നാശം സംഭവിക്കാം. ഡോക്ടർ, നമ്മൾ നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത പോലെ ഇതിന്റെ സൂചനകൾ, ന്യൂബോൺ ബേബീസിന് മഞ്ഞപ്പിത്തം ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമുക്ക് കാണുന്ന സൂചനകൾ കണ്ണിലും അല്ലെങ്കിൽ ശരീരത്തിലും കാണുന്ന മഞ്ഞ നിറത്തിനപ്പുറം രക്ഷിതാക്കൾക്ക് ഇത് തിരിച്ചറിയാൻ വേറെ ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ ഈ കുട്ടിയുടെ ശരീരം കാണിക്കുന്നുണ്ടോ? എപ്പോഴും നമ്മൾ മഞ്ഞപ്പിത്തം എന്ന് പറയുമ്പോൾ കുഞ്ഞിന്റെ ശരീരം മഞ്ഞ നിറം തന്നെ ആവണം. അപ്പൊ ആ മഞ്ഞ നിറം കാണുമ്പോഴാണ് കുഞ്ഞിന് മഞ്ഞപ്പിത്തം ഉണ്ടോ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അത് ഈവൻ ഇപ്പോൾ ഡോക്ടേഴ്സ് റൗണ്ട്സ് പോകുമ്പോഴും OPയില് പീഡിയാട്രിഷ്യന്റെ അടുത്തോട്ട് കുഞ്ഞിനെ കൊണ്ടുവരുമ്പോഴും എല്ലാവരും കുഞ്ഞിനെ കാണുമ്പോൾ മഞ്ഞ നിറം ഉണ്ടല്ലോ, അതൊന്ന് ടെസ്റ്റ് ചെയ്തേക്കാം എന്നുള്ള ആ ഒരു ചിന്ത വരുന്നത്. അല്ലാത്ത പക്ഷം ബാക്കി വേറെ സൂചനകൾ വരണമെങ്കിൽ ഈ നേരത്തെ ഞാൻ സംസാരിച്ചതുപോലെ ഈ മഞ്ഞയുടെ അളവ് കൂടിയിട്ട് ബ്രെയിൻ ഇഞ്ചുറി വരുന്ന ഒരു സിറ്റുവേഷൻ എത്തുമ്പോഴാണ്. അപ്പോൾ ഒരുപാട് അടയാളങ്ങൾ വരാം. അത് അത്രയും തീവ്രതയായിട്ട് ബ്രെയിൻ എഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കുഞ്ഞിനെ പനി വരാം, അപസ്മാരം വരാം, ശ്വാസം പിടിക്കാം, നിർത്താതെയുള്ള കരച്ചില്, കുഞ്ഞിന് കയ്യും കാലൊക്കെ ബലം വെച്ച് ഒഫിസ്തോട്ടോണസ് എന്ന് പറഞ്ഞ റാ പോലെ ബേബി കിടക്കുക, അങ്ങനെയുള്ള അടയാളങ്ങളാണ്. അങ്ങനെയുള്ള അടയാളങ്ങൾ എന്ന് പറയുമ്പോൾ അത് ശരിക്കും തലച്ചോറിനെ അഫക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അത് മനസ്സിലാക്കേണ്ടത്. ഇത് ഏതൊക്കെ രീതിയിലാണ് ഡോക്ടർ ഡയഗ്നോസ് ചെയ്യുന്നത്? ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞതുപോലെ തന്നെ ഡയഗ്നോസിസ് ചെയ്യുന്നത് എപ്പോഴും ഒരു ക്ലിനിക്കൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിനെ നോക്കുമ്പോഴേക്കും മഞ്ഞ കാണുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ ആദ്യ ദിനങ്ങളിൽ നമ്മൾ എപ്പോഴും ഒരു 1-2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം വരെ ഹോസ്പിറ്റലിൽ കുഞ്ഞിനെ ഡെയിലി റൗണ്ട്സിന് പോകുമ്പോഴേക്കും നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ്. ചെക്ക് ചെയ്യുമ്പോഴേക്കും നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ കണ്ണിൽ മഞ്ഞുണ്ടോ, നെഞ്ചിൽ മഞ്ഞുണ്ടോ, വയറിൽ മഞ്ഞുണ്ടോ, കയ്യിൽ മഞ്ഞുണ്ടോ എന്ന് നോക്കുന്നു. അപ്പോൾ അത് നോക്കുന്നതിന് കൂടെ തന്നെ അത് കൺഫേം ചെയ്യാനായിട്ട് അടുത്ത ടെസ്റ്റുകൾ. അപ്പോൾ അടുത്ത ടെസ്റ്റുകൾ എന്ന് പറയുമ്പോൾ 2 തരം ടെസ്റ്റുണ്ട്. ഈ പുതിയതായിട്ട് ഇപ്പോൾ ചില ആശുപത്രികളിൽ കാണുന്നത് ഒരു ട്രാൻസ്ക്യൂട്ടിനസ് ബിലിനോമീറ്റർ എന്ന് പറഞ്ഞ ഒരു ടോർച്ച് പോലത്തെ ഉപകരണമാണ്, ഒരു തെർമോമീറ്റർ പോലത്തെ ഉപകരണമാണ്. 3 സെക്കൻഡ് കൊണ്ട് നമുക്ക് ഏകദേശം ഒരു വാല്യൂ അറിയാൻ പറ്റും. അത് നെഞ്ചത്തോ അമർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം തൊലിപ്പുറത്ത് എത്രത്തോളം മഞ്ഞ ഉണ്ടെന്ന് അറിയിക്കും. ഇതിന് ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന്റെ രക്തം ടെസ്റ്റ് ചെയ്യാതെ തന്നെ ഒരു റിസൾട്ട് അറിയാൻ പറ്റും. അതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഡിസഡ്വാൻറ്റേജ് തന്നെ നമ്മളൊരു ചികിത്സ കൊടുത്തു കഴിഞ്ഞ ഉടനെ ഈ TCB, അതിന് പറയുന്ന പേരാണ് TCB നോക്കിയാൽ അക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടില്ല. അതുപോലെ മാസം തികയാത്ത കുഞ്ഞുങ്ങൾക്കും അത്ര കറക്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്നില്ല. അപ്പോ പിന്നെ ഉള്ളതാണ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. എപ്പോഴും ബ്ലഡ് ടെസ്റ്റിംഗ് ആണ് 100%. ബ്ലഡ് സാധാരണ എല്ലാ കുഞ്ഞുങ്ങളും ചെയ്യുന്ന പോലെ കുഞ്ഞിന്റെ ബ്ലഡ് കയ്യിന്നോ കാലിന്നോ എടുത്ത് അത് ലാബിലോട്ട് സെൻഡ് ചെയ്ത് അത് പരിശോധിച്ച് എത്രയാണ് മഞ്ഞ എന്നുള്ളത് നമ്മൾ നിർണ്ണയിക്കും. അപ്പൊ ഇതുപോലെയാണ് നോർമൽ വാല്യൂ. നോർമൽ വാല്യൂ എന്നുള്ള ചോദ്യത്തിന് അതൊരു റേഞ്ച് ആണ്. ഇപ്പോ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മാസം തികയാത്ത കുഞ്ഞുങ്ങൾക്കും മാസം തികഞ്ഞ കുഞ്ഞുങ്ങൾക്കും ഡിഫറെന്റ് ഈ നോർമൽ വാല്യൂ ആണോ നമ്മൾ ഈ നോക്കിക്കഴിഞ്ഞ ബിലിറുബിന്റെ വാല്യൂ നോർമൽ ആണോ എന്ന് നോക്കുന്നത് നമ്മൾ കുറച്ച് നോർമോഗ്രാംസ് ഉണ്ട്. നോർമോഗ്രാംസ് എന്ന് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫ്സ് ഉണ്ട്.
അപ്പൊ ആ ഗ്രാഫിൽ നമ്മൾ ഓരോ മണിക്കൂറുകളും ജനിച്ച ഓരോ മണിക്കൂറും ഓരോ ദിവസത്തിനും എത്രയാണ് നോർമൽ വാല്യൂസ് എന്നുള്ളത് ഓരോ കുഞ്ഞിനും ഡിഫറെന്റ് ആണ്. ആ കുഞ്ഞിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മാസം തികയാത്ത കുഞ്ഞുങ്ങളും മാസം തികഞ്ഞ കുഞ്ഞുങ്ങളും ഓരോ ആഴ്ചയുള്ള കുഞ്ഞുങ്ങളും. അപ്പോ ഒരു നമ്പർ പറഞ്ഞിട്ട് ഇതാണ് നോർമൽ വാല്യൂസ് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒന്നും പറയാൻ കഴിയാറില്ല. See, doctor, what are the high risk factors? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നോർമലായിട്ട് കുഞ്ഞുങ്ങൾക്ക് മഞ്ഞ വരാം. പക്ഷെ ചില കുഞ്ഞുങ്ങൾക്ക്, അതായത് റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള കുഞ്ഞുങ്ങൾക്ക് അബ്നോർമൽ ആയിട്ട് ഈ മഞ്ഞ കൂടാറുണ്ട്. റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഹൈ റിസ്ക് കാറ്റഗറി. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നേരത്തെ കണ്ടുപിടിച്ച് നേരത്തെ ഐഡന്റിഫൈ ചെയ്ത് അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് മഞ്ഞ സാധാരണത്തെക്കാളും കൂടുതൽ കൂടാം. അതിനുവേണ്ടി ട്രീറ്റ്മെന്റ് നേരത്തെ കൊടുക്കണം എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ വരുന്ന കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ RH ഇൻകോമ്പാറ്റബിലിറ്റി, അതായത് അമ്മയുടെ രക്തം നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പും കുഞ്ഞിന്റെ രക്തം പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പും. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മിസ്മാച്ച് വരുന്നത്? അത് ഗർഭാവസ്ഥയിൽ കുഞ്ഞിന്റെ രക്തവും അമ്മയുടെ രക്തവും, അതായത് അമ്മയുടെ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പും കുഞ്ഞിന്റെ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പും തമ്മിൽ പൊക്കിൾ കൊടി വഴി അങ്ങോട്ടും ഇങ്ങോട്ടും കലരും. ഇപ്പൊ കുഞ്ഞിന്റെ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് പൊക്കിൾ കൊടി വഴി അമ്മയുടെ രക്തത്തിലോട്ട് കലരുമ്പോൾ അമ്മയുടെ ശരീരത്തിൽ ഇതൊരു അന്യമായ ഒരു ആന്റിജൻ അന്യമായ ഒരു രക്തകോശം കാണുമ്പോഴേക്കും അതിനെതിരെ പ്രവർത്തിക്കാനുള്ള ആന്റിബോഡീസ് ഉണ്ടാക്കി അതും ആ ആന്റിബോഡീസും പൊക്കിൾ കൊടി വഴി കുഞ്ഞിനോട്ട് ചെല്ലുന്നു. ഇപ്പൊ ഗർഭമായി നിൽക്കുന്ന സമയം തന്നെ ഈ പ്രവർത്തനം വരും. അത് ഒരുപാട് തീവ്രത വരുവാണെങ്കിൽ കുഞ്ഞ് ഈവൻ മരണം വരെ സംഭവിക്കാം. ഗർഭാവസ്ഥയിൽ തീവ്രതയില്ലാതെ നടക്കുവാണെങ്കിൽ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാലും അതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കും. നേരത്തെ ഞാൻ പറഞ്ഞത് ഈ രക്തകോശങ്ങൾ പൊട്ടുമ്പോഴാണ് മഞ്ഞക്കൂടുന്നുണ്ടാവുന്നത്. അപ്പോൾ ഈ കുഞ്ഞിന്റെ രക്തകോശങ്ങൾക്കെതിരെ ഉണ്ടാവുന്ന ആന്റിബോഡീസ് പൊക്കിൾ കൊടി വഴി കുഞ്ഞിന്റെ ശരീരത്തിൽ എത്തുകയും കുഞ്ഞിന്റെ ശരീരത്തിലുള്ള രക്തകോശങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നശിപ്പിക്കുമ്പോഴേക്കും കൂടുതലായിട്ട് മഞ്ഞ നമ്മൾ നോർമലായി കാണുന്നതിനേക്കാളും കൂടുതൽ മഞ്ഞ ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള മഞ്ഞ വരുമ്പോഴേക്കും അതിന് നേരത്തെ ചികിത്സ കൊടുക്കേണ്ടതാണ്. ചാക്യാര് വന്നൂട്ടോ. എനിക്കറിയാവുന്ന കവിതാക്കൾ വീട്ടുകാരുടെ സമ്മതമില്ലാതെ കല്യാണം കഴിച്ചു. പലരും പറഞ്ഞു ഒരു കുട്ടി ഉണ്ടായാൽ തീരാവുന്നതേ ഉള്ളൂ പ്രശ്നമെന്ന്. 5 വർഷം കാത്തു നിന്നു. അപ്പോഴാണ് അറിഞ്ഞത് പൂർണ്ണ വന്ധ്യതാ നിവാരണ ഹോസ്പിറ്റലിനെ കുറിച്ച്. പിന്നെ ഒന്നും ചിന്തിച്ചില്ല, ശീഘ്രം വിട്ടു. ഇപ്പൊ എന്താ കഥ? 2 മുത്തശ്ശിമാർക്കും എടുത്തു കളിക്കാൻ മാത്രം ഓരോര തങ്കം. സന്തോഷത്തിന്റെ കിരണങ്ങൾ ഒരു പതിറ്റാണ്ടായി നിങ്ങളോടൊപ്പം, നിങ്ങൾക്ക് വേണ്ടി സൺറൈസ് ഹോസ്പിറ്റൽ, കാഞ്ഞങ്ങാട്, കൊച്ചിൻ. ഏതൊക്കെയാണ് ഈ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ്? ഏതൊക്കെ ചികിത്സാ രീതികളുണ്ട്? ഓപ്ഷൻസ് ഏതൊക്കെയാണ്? നവജാത ശിശുക്കൾക്ക് മഞ്ഞപ്പിത്തം വരികയാണ്. ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് എന്ന് വെച്ചാൽ 2 രീതിയിലാണ്. അതായത് സാധാരണ കാണുന്ന ഫോട്ടോതെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീല ലൈറ്റ് ഒരു പ്രത്യേക വേവ് ലെങ്ത്തിൽ, അതായത് 460 to 490 നാനോമീറ്റർ ഉള്ള വേവ് ലെങ്ത്തിൽ കുഞ്ഞിന്റെ ശരീരത്തിലോട്ട് പതിപ്പിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ മഞ്ഞ ബിലിറുബിൻ ഡിവൈഡ് ചെയ്ത് അത് സ്പ്ലിറ്റ് ചെയ്ത് രക്തത്തിലോ അലിഞ്ഞ് അത് മൂത്രം വഴി തള്ളിക്കളയാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ ഫോട്ടോതെറാപ്പി. ഈ ഫോട്ടോതെറാപ്പി ട്രീറ്റ്മെന്റ് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ ഇപ്പോൾ നേരത്തെ ഈ മഞ്ഞ നിർണയിച്ച് കൂടുതലാണെങ്കിൽ ഫോട്ടോതെറാപ്പി കൊടുക്കേണ്ട ഒരു ബേബി ആണെങ്കിൽ കുഞ്ഞിനെ റൂമിലോ അല്ലെങ്കിൽ NICUലോ കിടത്തി ഈ ലൈറ്റിന്റെ അടിയിൽ ബേബിയെ കിടത്തുന്നു. ഒരു 12 മണിക്കൂർ to 24 മണിക്കൂറെങ്കിലും ആ ലൈറ്റിന്റെ താഴെ ബേബി കിടന്ന് ആ മഞ്ഞ കുറയുന്നുണ്ടോ എന്നുള്ളത് 24 മണിക്കൂറിന് ശേഷം ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേബിയെ വീട്ടിലോട്ട് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയിട്ട് എത്രത്തോളമാണ് കുറഞ്ഞിട്ടുള്ളത്, എന്തെങ്കിലും നേരത്തെ പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ എത്ര ദിവസത്തിനകത്ത് വരണം എന്നുള്ളത് പറയാറുണ്ട്. 24 മണിക്കൂറിന്റെ അകത്ത് വരാൻ പറയുന്നവരെടുത്തുണ്ട്. 48 മണിക്കൂർ, 3 ദിവസം പ്രായത്തിൽ 3 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറയുന്നത്. ഈ ഫോട്ടോതെറാപ്പി 2 ലൈറ്റ് വെക്കാം, ഒരുപാട് ലൈറ്റ് വെക്കാം. അതൊക്കെ എത്രത്തോളം മഞ്ഞ കൂടുതലാണെന്നുള്ളത് പോലെ.
ഇപ്പോൾ എല്ലാ ആശുപത്രികളിലും ഫോട്ടോതെറാപ്പി ഉണ്ട്. റൂമിൽ തന്നെ ഫോട്ടോതെറാപ്പി കൊടുക്കാറുണ്ട്. NICUവിൽ അഡ്മിറ്റ് ചെയ്ത് ഫോട്ടോതെറാപ്പി കൊടുക്കാറുണ്ട്. NICUവിൽ അഡ്മിറ്റ് ചെയ്ത് ഫോട്ടോതെറാപ്പി കൊടുക്കുന്നത് ഒരുപാട് മഞ്ഞ കൂടുതലാണ്, ഒരുപാട് ലൈറ്റ് വേണ്ടി വരുന്നുണ്ടെങ്കിൽ ഫോട്ടോതെറാപ്പി NICUവിൽ കൊടുക്കുന്നുണ്ട്. പിന്നെയുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ട്രാൻസ്ഫ്യൂഷൻ. എക്സ്ചേഞ്ച് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന്റെ രക്തം അതിൽ പെട്ടെന്ന് ഇപ്പോൾ ലൈറ്റ് കൊടുക്കുമ്പോഴേക്കും ഒരു 24 മണിക്കൂറെങ്കിലും മിനിമം വേണം മഞ്ഞ കുറയ്ക്കാനായിട്ട്. പക്ഷെ കുഞ്ഞിന് തലച്ചോറിലോട്ട് എന്തെങ്കിലും മഞ്ഞ പോയിട്ടുണ്ട്, അത് ഒരു ബ്രെയിൻ ഇഞ്ചുറി വരാൻ സാധ്യതയുള്ള അത്രയും കൂടുതലാണെങ്കിൽ 24 മണിക്കൂർ ലൈറ്റ് വെച്ച് മഞ്ഞ കുറയ്ക്കാൻ പറ്റില്ല. കാരണം അത്രയും നേരം അവിടെ ബ്രെയിൻ ഇഞ്ചുറി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് മഞ്ഞ കുറയാനായിട്ടാണ് ഈ എക്സ്ചേഞ്ച് ട്രാൻസ്ഫ്യൂഷൻ. അത് ചെയ്യുന്ന കുഞ്ഞിന്റെ രക്തം പുറത്തോട്ട് എടുത്ത് അതിന് പകരം കുഞ്ഞിന് മാച്ച് ആയിട്ടുള്ള ഡോണർ ബ്ലഡ് അങ്ങോട്ട് തിരിച്ച് ബേബിയിലോട്ട്. അപ്പോൾ ബേബിന്റെ രക്തം ഒരു 10 ml എടുക്കുന്നു, ബേബിയിലോട്ട് ഒരു 10 ml തിരിച്ച് കയറ്റുന്നു. അതൊരു ഡബിൾ വോളിയം. ഡബിൾ വോളിയം എന്ന് പറയുമ്പോൾ സാധാരണ ഒരു കുഞ്ഞിന്റെ രക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അളവ് 80 ml/kg. 80 ml/kg എന്ന് പറയുമ്പോൾ ഒരു 3 kg ഉള്ള കുഞ്ഞാണെങ്കിൽ ഏകദേശം 240. ഡബിൾ വോളിയം. അതൊരു 450 ml ബ്ലഡ് നമ്മൾ വിഡ്രോ ചെയ്ത് അതിന് പകരം പുതിയ ബ്ലഡ് കൊടുക്കും. ഏകദേശം നമ്മൾക്കൊരു ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ വാഷ് ഔട്ട് ചെയ്യുക, കുഞ്ഞിന്റെ മഞ്ഞ വാഷ് ചെയ്ത് കളയുന്നത്. വേറെ രക്തം മഞ്ഞ കലർന്ന രക്തം മാറ്റിയിട്ട് അതിന് പകരം വേറെ രക്തം കൊടുക്കും. ഇത് കൂടുതലായിട്ടും ഈ നേരത്തെ പറഞ്ഞ പോലെ ABO ഇൻകോമ്പാറ്റബിലിറ്റി, RH നെഗറ്റീവ് മദേഴ്സ് അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് ഈ ചികിത്സാ രീതി കൊടുക്കുന്നത്. ഓക്കെ ഡോക്ടർ, ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞ ബ്ലൂ ലൈറ്റിന്റെ അതോടൊപ്പം തന്നെ ഇതിന് സൺലൈറ്റിന് ഏതെങ്കിലും തരത്തിലുള്ള റോൾ ഉണ്ടോ? സൺലൈറ്റിന് റോൾ ഞാൻ നേരത്തെ ഫോട്ടോതെറാപ്പിയെ പോലെ തന്നെ ഉള്ള അതിനെ പോലെ തന്നെ റോൾ ഉണ്ട്. സൺലൈറ്റ് നമുക്കറിയാം, അത് 7 നിറങ്ങൾ ചേർന്ന ഒരു പ്രകാശമാണ് സൺലൈറ്റ്. അതിലൊരു ബ്ലൂ ലൈറ്റ് ഉണ്ട് സൺലൈറ്റ്. അപ്പോൾ ബ്ലൂ ലൈറ്റ് ഉള്ളത് കൊണ്ട് നേരത്തെ ഫോട്ടോതെറാപ്പിയുടെ അതേ എഫക്റ്റിന് ഈ മഞ്ഞയെ കുറയ്ക്കാനുള്ള ഒരു കഴിവ് ഈ ബ്ലൂ ലൈറ്റിനുണ്ട്. പക്ഷെ ഒരുപാട് രശ്മികളുണ്ട്, ഇൻഫ്രാറെഡ് ഉണ്ട്, വേറെ കളേഴ്സ് ഉണ്ട്. നമ്മൾ ആഗ്രഹിച്ച ടെമ്പറേച്ചറിലല്ല ഈ സൺലൈറ്റ്. അപ്പോൾ അച്ഛനമ്മമാര് ചോദിക്കാറുണ്ട്, നമ്മളിപ്പോൾ ഒരു ബേബിയെ മഞ്ഞ കൂടിയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുമ്പോഴേക്കും ലൈറ്റിൽ കിടത്തണം 24 മണിക്കൂർ. അപ്പൊ അച്ഛനമ്മമാര് ചോദിക്കാറുണ്ട്, വീട്ടിലോട്ട് പോയി സൺലൈറ്റ് കാണിച്ചാൽ മതിയോ, വെയിലുണ്ടല്ലോ, വെയിൽ കാണിച്ചാൽ മതിയോ? ഒരിക്കലും സൺലൈറ്റ് ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് കൊടുക്കാറില്ല. കാരണം ഈ ഫോട്ടോതെറാപ്പി ഹോസ്പിറ്റലിൽ കിടത്തുമ്പോൾ ബേബി എപ്പോഴും അതിന്റെ താഴെ ആയിരിക്കും, ബേബിയുടെ ടെമ്പറേച്ചർ നോർമൽ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. പക്ഷെ ഒരിക്കലും കുഞ്ഞിനെ നമുക്ക് സൺലൈറ്റിൽ ഫുൾ ഡേ സൺലൈറ്റിൽ കാണിക്കാൻ പറ്റില്ല. കാരണം അതിന് ഒരുപാട് ദോഷഫലങ്ങളുണ്ട്. ദോഷഫലങ്ങൾ സ്കിൻ ബേൺസ് ഉണ്ടാവാം, ബേബിക്ക് ഹൈപ്പർ നാട്രമിക് ഡീഹൈഡ്രേഷൻ, നീർജലീകരണം വരാം, അതേപോലെ ബേബിയുടെ വെയിറ്റ് ഒരുപാട് കുറയാം. അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് സൺലൈറ്റ് ഒരിക്കലും ഒരു ചികിത്സാ രീതിയായിട്ട് ഇപ്പൊ ആരും പറയാറില്ല. പിന്നെയും അച്ഛനമ്മമാര് കൊടുക്കാവോ എന്ന് ചോദിക്കുമ്പോഴേക്കും രാവിലെയോ വൈകുന്നേരമോ കുറച്ചു നേരം അധികം ചൂട് വരാത്ത രീതിയിൽ കുറച്ചു നേരം കാണിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കൂടുന്നതിനും സഹായിക്കും, ഒരുപാട് മഞ്ഞ കൂടുന്നതിനെതിരെ സഹായിക്കും. എപ്പോഴും വീട്ടിലോട്ട് പോയി മഞ്ഞക്ക് വേണ്ടി വെയിൽ കാണിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഇതാണ് പറയാറ്, ഇങ്ങനെയുള്ള സൈഡ് എഫക്റ്റുകൾ വരുന്ന അത്രയും വെയിൽ കാണിക്കുന്നു. ഇപ്പോഴുള്ള ബുക്സിലൊക്കെ പറഞ്ഞത് വെയിൽ കാണിക്കുന്നത് ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് അഡ്വൈസ് ചെയ്യാതിരിക്കുന്നതാണ്. കാരണം വെയിൽ കാണിച്ചിട്ട് അതിന്റെ സൈഡ് എഫക്ട്സ് കാരണമാണ് കൂടുതലായിട്ട് ബേബി അഡ്മിറ്റ് ആവുന്നത്. വെയിറ്റ് ലോസ്, ഹൈപ്പർ നാട്രമിക് ഡീഹൈഡ്രേഷൻ, മഞ്ഞ നല്ലോണം കുറഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് കൂടുതൽ വെയിൽ കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ സൈഡ് എഫക്ട്സ് കുഞ്ഞിനെ ബാധിക്കും. ഡോക്ടർ, ഏതെങ്കിലും തരത്തിലുള്ള മെഡിസിൻ നമുക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റുമോ? കേട്ടില്ല. ഇനി മെഡിസിനൽ ഓപ്ഷൻസ്, മെഡിസിൻ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഈ തരത്തിലുള്ള ജോലീസ് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് മെഡിസിൻസ് ഒരു പഴയ കാലത്തൊക്കെ പീഡിയാട്രിഷ്യൻസ് മെഡിസിൻ കൊടുക്കുമായിരുന്നു, ലൈറ്റിന് പകരം മെഡിസിൻ, ഫീനോബാർബിറ്റോൺ എന്ന് പറഞ്ഞ ഒരു മെഡിസിൻ കൊടുക്കുമായിരുന്നു. ഇപ്പോൾ പറയുന്ന റെക്കമെൻഡേഷൻസിൽ ഫീനോബാർബിറ്റോൺ അധികം ഹെൽപ്പ് ചെയ്യില്ല. വളരെ വിരളമായിട്ടുള്ള 2-3 കണ്ടീഷൻസ് ഉണ്ട്. അത്
ഒരു 1000 അല്ലെങ്കിൽ ഒരു 100 കുഞ്ഞുങ്ങളിൽ ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഒരു 200 കുഞ്ഞുങ്ങൾക്ക് ഒരു കുഞ്ഞ് ജന്മനാ കിട്ടുന്ന ഒരു മഞ്ഞയുണ്ട്. ജന്മന അച്ഛനമ്മയ്ക്കോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് കാരണം ഉണ്ടാവുന്ന മഞ്ഞ, അത് കുഞ്ഞുങ്ങൾക്കുണ്ടെങ്കിൽ ഇത് സഹായിക്കും എന്നേ പറയുന്നുള്ളൂ. ഒരിക്കലും അതൊരു ചികിത്സാ രീതിയായിട്ട് പറയുന്നില്ല. പിന്നെയുള്ള ഒരു മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ. നേരത്തെ ഞാൻ പറഞ്ഞ നെഗറ്റീവ്, അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് നെഗറ്റീവ്, കുഞ്ഞിന്റെ പോസിറ്റീവ് ക്രമാതീതമായി കൂടുകയാണ്. അപ്പോൾ ആന്റിബോഡീസ് ഉണ്ടായി കുഞ്ഞിന്റെ രക്തകോശങ്ങൾ നശിപ്പിക്കുന്ന ആ അവസ്ഥയെ ഒരു പരിധി കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണ്, എപ്പോഴും എല്ലാവർക്കും കൊടുക്കേണ്ടി വരാറില്ല. അത് സാധാരണഗതിയിൽ ബ്ലഡ് മാറ്റി വെച്ച് കഴിഞ്ഞതിന് ശേഷം കൊടുക്കുന്ന മെഡിസിൻ ആണ്. അപ്പോൾ ഒരു നോർമൽ ഒരു കുഞ്ഞിന് മഞ്ഞ ഉണ്ടെങ്കിൽ ഫോട്ടോതെറാപ്പിയാണ് ഒരു 80 to 90% കൊടുക്കുന്ന ചികിത്സ. അതായത് ഹോസ്പിറ്റലിൽ കിടത്തി ലൈറ്റ് കൊടുക്കുന്നത്. അതിലും ഒരുപാട് വിരളമാണ് ഈ ബ്ലഡ് മാറ്റി വെക്കേണ്ടതും ഈ പറഞ്ഞ മെഡിസിൻസ് കൊടുക്കേണ്ടതും. ഡോക്ടർ, ഇത്തരം സിറ്റുവേഷനിൽ പാരന്റ്സിനോടുള്ള അഡ്വൈസ് എന്താണ്? രക്ഷിതാക്കൾ ഇത് ഏത് രീതിയിൽ ഇത് ഹാൻഡിൽ ചെയ്യണം, അല്ലെ പാരന്റ്സിനോട് നമുക്ക് എന്താ പറയാനുള്ളത്? പേരൻസിന് എപ്പോഴും അച്ഛനമ്മമാർക്ക് മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് ചില അച്ഛനമ്മമാർ അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കുഴപ്പമില്ലാത്ത ഒരു കാര്യമായി കാണാറുണ്ട്. ചിലവർ അതിനെ ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നതും കാണാറുണ്ട്. ഒരുപാട് തെറ്റിദ്ധാരണകളും കാണാറുണ്ട്. അപ്പോൾ ഇത് അച്ഛനമ്മമാർ മനസ്സിലാക്കേണ്ടത്, എന്തായാലും ആദ്യത്തെ ദിവസങ്ങളിൽ 1-2 ദിവസം, ഈവൻ 3 ദിവസം വരെ ഹോസ്പിറ്റലായിരിക്കും. അപ്പോൾ ഡോക്ടേഴ്സ് റൗണ്ട്സും വരുമ്പോഴും അല്ലാതെ സ്റ്റാഫ് നഴ്സ് നമ്മൾ എന്തായാലും കുഞ്ഞിനെ എപ്പോഴും രാവിലെയും വൈകുന്നേരം നോക്കുമ്പോഴേക്കും മഞ്ഞ എന്തായാലും ഉണ്ടെങ്കിൽ അത് നിർണ്ണയിക്കും. ബ്ലഡ് വഴി, ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ TCB വഴി. അപ്പോൾ അങ്ങനെ മഞ്ഞ ഉണ്ടെങ്കിൽ അതിനുള്ള ചികിത്സ ഹോസ്പിറ്റലിൽ തന്നെ കൊടുക്കും. വീട്ടിൽ പോയിട്ട് അഥവാ ഈ ലൈറ്റ് ഒന്നും കൊടുക്കാതെ ഫോട്ടോതെറാപ്പി ഒന്നും വേണ്ടാത്ത കുഞ്ഞുങ്ങൾ വീട്ടിൽ ഒരു 3 ദിവസം കഴിയുമ്പോഴേക്കും വീട്ടിലോട്ട് പോവുകയാണെങ്കിൽ അച്ഛനമ്മമാർ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ മഞ്ഞ കൂടുതലുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. മഞ്ഞ കൂടുതൽ എന്ന് പറഞ്ഞാൽ കണ്ണിലുള്ള മഞ്ഞ, മുഖത്തുള്ള മഞ്ഞ കൂടുതൽ വന്ന് കയ്യിലും കാലിലും മഞ്ഞ ഉണ്ടോ എന്നുള്ളത് എന്നും നോക്കണം. എന്നും കൈപ്പാദത്തിൽ കുഞ്ഞിനെ ഒരു വെയിലത്ത് പകൽ വെളിച്ചത്തിൽ കൊണ്ടുപോയി കാൽപാദത്തിലോ കൈപ്പാദത്തിലോ അമർത്തി നോക്കി എടുക്കുമ്പോഴേക്കും ആ വെള്ള നിറത്തിന്റെ മേലെ മഞ്ഞ ഉണ്ടെങ്കിൽ അതൊരു സീരിയസ് കണ്ടീഷനാണ്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് പോകുമ്പോൾ മുഖത്ത് മാത്രമേ ഉള്ളായിരുന്നു മഞ്ഞ, അതുകൊണ്ട് ലൈറ്റ് ഒന്നും വേണ്ടി വന്നില്ല, ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴേക്കും നോർമലാണ്. പക്ഷെ വീട്ടിലോട്ട് ഡിസ്ചാർജ് ചെയ്തു. ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു 3-4 ദിവസം ആയപ്പോഴേക്കും കുഞ്ഞിന് മഞ്ഞ കൂടുന്നത് പോലെ തോന്നുന്നു. കൂടുന്നത് നേരത്തെ അങ്ങനെ ഒരു കണക്ക് പറഞ്ഞായിരുന്നു. മുഖത്ത് വരുന്നു, നെഞ്ചത്ത് വരുന്നു, കയ്യിൽ വരുന്നു, കാലിൽ വരുന്നു. അങ്ങനെ കാലിൽ വരുമ്പോഴേക്കും കാലിൽ ഞെക്കി എടുത്ത് നോക്കുമ്പോൾ മഞ്ഞ ഉണ്ടെങ്കിൽ ഉടനെ ഒരു അടുത്തുള്ള ഡോക്ടറിനെയോ പീഡിയാട്രിഷനെയോ കാണിച്ച് ഉറപ്പ് വരുത്തും. ചിലവർ പറയാറുണ്ട് അത് വെയിൽ കാണിച്ചാൽ കുറഞ്ഞു പോകും, അത് കുഴപ്പമില്ല, അങ്ങനെ മുതിർന്ന ആളുകൾ അത് ഹോസ്പിറ്റലിൽ പോയി കാണിക്കേണ്ട കാര്യമില്ല, വെയിൽ കാണിച്ചാൽ അത് തനിയെ മാറും. ഇതിൻ്റെ ഒരു പ്രോബ്ലം ഈ നമ്മൾ പറഞ്ഞതുപോലെ നേരത്തെ ഈ മഞ്ഞയുടെ അളവ് കൂടുതലാണെങ്കിൽ നമ്മൾ അറിയാതെ തലച്ചോറിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ തലച്ചോറിനെ എഫക്റ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ അവസ്മാരാണ് വരിക. അതിന് മുമ്പ് വരെ മഞ്ഞ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ തലച്ചോറിനെ എഫക്റ്റ് ആ സാഹചര്യം ഒഴിവാക്കാൻ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ അച്ഛനമ്മമാര് മനസ്സിലാക്കേണ്ടതും കുറച്ചും കൂടി വിജിലന്റ് ആയി നിൽക്കുന്നത്, മഞ്ഞ ഒരിക്കലും മാറുന്നില്ലാത്തൊരവസ്ഥ. 6 ആഴ്ച വരെ കണ്ണിലും മഞ്ഞയിലും കണ്ണിലും കുറച്ച് മഞ്ഞ ഉണ്ടാകും. കാരണം കണ്ണിന്റെ വെള്ള ഭാഗത്ത് മഞ്ഞ പതുക്കെ പോകുന്നു. ചില കുഞ്ഞുങ്ങൾക്ക് അതൊരു 6 ആഴ്ച വരെ ഉണ്ടാവും, അതൊരു പ്രോബ്ലം ആവാറില്ല. കണ്ണിലെ മഞ്ഞ പ്ലസ് അതിന്റെ കൂടെ കയ്യിലും കാലിലും മഞ്ഞ മാസം തികഞ്ഞ കുഞ്ഞുങ്ങൾക്ക് 2 ആഴ്ചയിൽ കൂടുതൽ, അല്ലെങ്കിൽ മാസം തികയാത്ത കുഞ്ഞുങ്ങൾക്ക് 3 ആഴ്ച കൂടുതലുണ്ടെങ്കിൽ അതിന് കാരണങ്ങൾ കണ്ടെത്തണം. സാധാരണ അങ്ങനെയുള്ള പാല് കുടിക്കുന്നത് കുറവ് മൂലം അല്ലെങ്കിൽ പാല് കുടിക്കുന്നത് കൊണ്ട് തന്നെ മഞ്ഞ വരാം എന്ന് വിചാരിച്ച് പാല് കുടിക്കാതിരിക്കാൻ ഒരിക്കലും പറയാറില്ല. പിന്നെയുള്ള ഹൈപ്പോതൈറോയിഡിസം, തൈറോയിഡിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന മഞ്ഞ, ഇങ്ങനെ കുറച്ച് നീണ്ടു നിൽക്കും. ഇതിന്റെ കൂടെ ഉള്ള ഒരു സീരിയസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മഞ്ഞയുണ്ട്, അതിന്റെ കൂടെ തന്നെ വയറ്റുന്ന മലം പോകുന്നത് വെളുത്ത പേസ്റ്റ് പോലെയോ അല്ലെങ്കിൽ മൂത്രം നല്ല ഡാർക്ക് പോലെ പോവുകയാണെങ്കിൽ അതൊരു സീരിയസ് കണ്ടീഷനാണ്. ഈ ബിലിറുബിൻ ഉണ്ടാവുന്നതും അത് ലിവർ വഴി മലത്തിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ലിവറിന്റെ നാളികളിൽ എന്തെങ്കിലും ചുരുക്കോ ഒബ്സ്ട്രക്ഷനോ ഉണ്ടെങ്കിൽ ഈ മഞ്ഞ രക്തത്തിലോട്ട് കലരും. അങ്ങനെയാണ് ആ മഞ്ഞ വരുന്നത്.
ആ സമയത്തിൽ മലം മഞ്ഞ അല്ലാത്ത കളറായിരിക്കും, വെളുത്ത ഈ ടൂത്ത് പേസ്റ്റ് പോലത്തെ വെളുത്ത മലമായിരിക്കും. യൂറിൻ നല്ല ഡാർക്ക് ആയിരിക്കും. ഡ്രസ്സൊക്കെ സ്റ്റെയിൻ ചെയ്യുന്ന അതേപോലത്തെ യൂറിൻ ആയിരിക്കും. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഉടനെ ഹോസ്പിറ്റലിൽ കാണിച്ച് ഉറപ്പുവരുത്തുന്നതാണ്. പിന്നെ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ചില അച്ഛനമ്മമാര് കുഞ്ഞിനെ മഞ്ഞൾ തേപ്പിച്ച് കുളിപ്പിക്കാറുണ്ട്. അപ്പോൾ മഞ്ഞൾ തേപ്പിച്ച് കുളിപ്പിക്കുന്നത് കുഞ്ഞിന് നല്ലതാണ്, പക്ഷെ മഞ്ഞയുടെ അസസ്മെന്റിനെ അത് ബാധിക്കും. അത് കുഞ്ഞ് ഓവറായിട്ട് മഞ്ഞ ഉള്ളത് പോലെ തോന്നുകയും അതിനുവേണ്ടി ഒരുപാട് ടെസ്റ്റ് ചെയ്യേണ്ടി വരുന്ന, ഉറപ്പുവരുത്താൻ ടെസ്റ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. ആദ്യ ദിവസങ്ങളിൽ മഞ്ഞൾ യൂസ് ചെയ്യുന്ന അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും കുറച്ച് നല്ലത്. ജോണ്ടിസ് അസസ്മെന്റ് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിരിക്കും അങ്ങനത്തെ സിറ്റുവേഷൻസ്. കാസർഗോഡ് വിഷന്റെ മീഡിയ ട്രാക്കിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ എപ്പിസോഡിൽ പ്രേക്ഷകരോട് സംസാരിച്ചത് കാഞ്ഞങ്ങാട് സൺറൈസ് ഹോസ്പിറ്റലിലെ പീഡിയാട്രിഷ്യൻ ഡോക്ടർ ബാസിൽ മുഹമ്മദാണ്. നവജാത ശിശുക്കളിൽ ഉണ്ടാകുന്ന മഞ്ഞപ്പിത്തം, അതിൻ്റെ കാരണങ്ങൾ, അതിൻ്റെ ചികിത്സാ രീതികൾ, ഈ വിഷയമാണ് വളരെ വിസ്തരിച്ചിട്ട് കാസർഗോഡ് വിഷന്റെ പ്രേക്ഷകരുമായി സംസാരിച്ചത്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഡോക്ടർ.